ചേട്ടാ, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസം പോയതുപോലും അറിഞ്ഞില്ല അല്ലേ? നീ അറിഞ്ഞു കാണത്തില്ല, പക്ഷെ ഞാൻ അറിഞ്ഞു. അതെങ്ങനെ? കല്യാണം കഴിഞ്ഞിട്ട് ഇന്ന് വരെയുള്ള അക്കൗണ്ട് ബാലൻസ് നോക്കിയപ്പോ എനിക്ക് മനസ്സിലായി. ഈ ചേട്ടന്റെ ഒരു തമാശ. എന്റെ അക്കൗണ്ട് 0 ബാലൻസ് ആയത് ലവക്ക് തമാശയാണ് പോലും. പിന്നെ ഇനി ഒരുപാട് വീട്ടിൽ വിരുന്ന് പോകാൻ ബാക്കിയുണ്ട്. എല്ലാരും വിളിച്ചപ്പോ ഞാൻ അങ്ങ് പറഞ്ഞു കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം. അതെന്തായാലും നന്നായി കേട്ടാ. പിന്നെ നമ്മളെ കല്യാണം ഇല്ലേ, അത് ഞാൻ ഒരിക്കലും മറക്കൂല. താലിയായിട്ടാണോ ചേട്ടാ? അല്ലല്ല. അപ്പൊ പിന്നെ സദ്യ ഉണ്ടതായിരിക്കും. അല്ലേ അല്ല. പിന്നെ എന്താ? താലി കെട്ടിക്കഴിഞ്ഞ് മണ്ഡപത്തിന് ചുറ്റും വലം വെച്ചോണ്ടിരുന്നപ്പം ലവള ഏതോ ഒരു നെറികെട്ട മാമൻ എന്റെ മുണ്ടിലിട്ട് ചവിട്ടി. മുണ്ടില്ലാതെയാണ് ഞാൻ ഒരു റൗണ്ട് കറങ്ങിയത്. എന്ന് വെച്ചാ ഇത്രയുള്ള ബോക്സർ ഇട്ടോണ്ട്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റൂല. നിങ്ങൾ കേക്കണം, ലെറ്റർ അടിച്ച് നാട്ടുകാരെ വീട്ടിൽ ചെന്ന് വിളിച്ചോണ്ട് വന്ന് സ്വന്തമായിട്ട് നാണം കെട്ട ലോകത്തിലെ ഏക മനുഷ്യൻ ഞാനായിരുന്നു. അയ്യോ, ഇതാരായി ഇരിക്കണത്? നിങ്ങൾ കേക്കണം എന്റെ പൊന്നെ അമ്മച്ചേ. ആ രമണി ചേച്ചി ഉണ്ടല്ലേ, എന്റെ കല്യാണത്തിനൊന്ന് ഇത്ര ഉള്ള രണ്ടാവുമായിട്ട് വന്ന്. അപ്പൊ എല്ലാരും പറയാ രമണി പുതിയ അണ്ടാവുമായിട്ട് വന്നേ, രമണി പുതിയ അണ്ടാവുമായിട്ട് വന്നേന്ന്. പിന്നാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ബാലുകാച്ചന് കൊണ്ടു കൊടുത്ത അണ്ടാവ് കഴുകി തേച്ച് അതിലെ പേര് പോലും മാറ്റാതെ എന്റെ കയ്യിൽ തന്നെ തിരിച്ചു കൊണ്ട് തന്നിട്ട് 3 പേർക്കുള്ള ഫുഡ് എടുത്തോണ്ടാണ് ആ രമണി ചേച്ചി പോയത്. എന്ത് ചെയ്യാനാണ്? അതൊക്കെ പോട്ടെ. അച്ഛൻ ചോദിക്കോ കല്യാണം കഴിഞ്ഞിട്ട് എവിടെ യാത്രയൊന്നും പോയില്ലേന്ന്. ടിക്കറ്റ് ഒക്കെ അച്ഛനെടുത്ത് തരും. അത് വേണോ? നമുക്ക് നമ്മളെ നിലവിൽ തന്നെ അങ്ങ് പോയാ പോരെ. അച്ഛൻ ചെയ്തതാണേ. എന്നാ പിന്നെ അച്ഛൻ്റെ അടുത്തേ ഒരു 3 ടിക്കറ്റ് എടുത്ത് തരാൻ പറ. അയ്യോ, അച്ഛൻ വരുന്നില്ല. അച്ഛൻ പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ എന്ത്, ഒരു 3 ടിക്കറ്റ് തരാൻ പറ. അതെന്തിനാ? നമ്മൾ രണ്ടുപേരല്ലേ പോകുന്നുള്ളൂ. അപ്പൊ ചിറ്റയെ കൊണ്ട് പോണ്ടേ? അയ്യേ, കല്യാണം കഴിഞ്ഞ് ടൂർ പോകുമ്പോഴാണോ ചിറ്റേനെ കൊണ്ട് പോന്നേ? നിനക്കറിയാലോ, എന്റെ അമ്മ മരിച്ചതിന് ശേഷം ചിറ്റയാണ് എന്നെ നോക്കിയത്. എന്നും പറഞ്ഞ് കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും ദിവസം ചിറ്റേനെയും കൊണ്ടല്ലേ യാത്രക്ക് പോയത്. എനിക്കൊന്നും മര്യാദക്ക് സംസാരിക്കാൻ കൂടി പറ്റിയില്ല. എന്തായാലും എന്റെ അടുത്ത് പറയത്? ഞാൻ ചിറ്റയോട് പറയാതല്ലോ നിന്റെ അടുത്തൊന്നും സംസാരിക്കാൻ. അയ്യോ മനുഷ്യ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയില്ലെന്ന്. ഓ അങ്ങനെ. എനിക്കിപ്പോ എന്തോന്നാണ് വേണ്ടത്? നീ ഒരു ആഗ്രഹം പറ, അത് ഞാൻ ഇപ്പൊ സഹായിച്ചു തരാം. സാധിച്ചരുവോ? ഞാൻ സഹായിച്ചു തരും. എല്ലാരും പറയാ തിയേറ്ററിൽ ഒരു പുതിയ പാടം ഇറങ്ങിയിട്ടുണ്ടെന്ന്. നല്ല വയലൻസ് ആവുമല്ലോ, കാണാൻ പോയാലോ? അതിനിപ്പോ എന്താ, ഇപ്പൊ തന്നെ ഒരു 3 ടിക്കറ്റ് കൊണ്ട് ബുക്ക് ചെയ്യാം. ചിറ്റയും കൊണ്ടുപോവാലോ. 2 ടിക്കറ്റ് എടുത്താ മതി. അപ്പൊ പിന്നെ നീ പറഞ്ഞില്ലേ? അയ്യോ, നമ്മളെ പോകുന്നുള്ളൂ. അയ്യോ, ചിറ്റയെ കൊണ്ടുപോകാൻ പറ്റൂല. ചിറ്റയെ കൊണ്ടുപോയില്ലെങ്കിൽ അതിനെക്കാട്ടും വലിയ വയലൻസ് ഇവിടെ നടക്കും. എങ്കിൽ പിന്നെ നിങ്ങളും ചിറ്റയും കൂടി കാണാൻ പോയിക്കോ. ഞാൻ വരുന്നില്ല. ഒരു കാര്യം ചെയ്, നീ പോയി റെഡി ആയിട്ട് വാ. ചിറ്റയുടെ അടുത്ത് ഞാൻ എന്തേലും ഒക്കെ പറഞ്ഞ് സെറ്റാക്കിക്കോളാം. ഈ ഡ്രസ് മതിയാ? ഈ ഡ്രസ് മതി. മേക്കപ്പ് ഇട്ടിട്ട് അപ്പൊ എന്റെ പൊന്നെ മോനെ മനു. അയ്യോ ചിറ്റ, സിനിമയുടെ കാര്യം ഞാൻ എന്തേലും പറയൂ എന്റെ ദൈവമേ. അല്ല, എന്താണ് രാവിലെ തന്നെ വല്ലാതിരിക്കുന്നേ? പനി വല്ലതും ഉണ്ടോ? ഇല്ല ചിറ്റേ. പിന്നെ രാവിലെ കുളിച്ചിട്ട് രാസനാദി പൊടി തടവിയോ? അതൊക്കെ അവള് തടവി തന്നെ ചിറ്റേ. ഓ, ഇപ്പൊ അതൊക്കെ തടവാൻ ആളായല്ലോ. ചിറ്റേ, അവൾ എന്റെ ഭാര്യയല്ലേ, അവക്ക് രാസനാദി പൊടിയൊക്കെ തടവി തരാനുള്ള അവകാശം ഉണ്ടല്ലോ. എന്റെ പൊന്നു ചേച്ചി, നിങ്ങൾ കേൾക്കണം. ഇവന്റെ അമ്മ ഇവനെ പെറ്റ് എന്റെ കയ്യിലോട്ട് തന്നപ്പോഴേ ഇവന് 900 ഗ്രാമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിലും ജനിക്കണ പിള്ളേർ അത്രയൊക്കെ കാണത്തുള്ളൂ ചിറ്റേ, അല്ലാതെ അരകല്ലിന്റെ അത്രയൊന്നും കാണത്തില്ല. ഇവന്റെ ഭാര്യ കെട്ടിയപ്പോ ഭാര്യ മതി. പണ്ട് എന്റെ സാരിത്തുമ്പം പിടിച്ച് നടന്ന ചെറുക്കനാ. അല്ല, എങ്ങോട്ടാ റെഡിയായി നിൽക്കുന്ന? എങ്ങോട്ടാ പോണേ? അത് പിന്നെ ചിറ്റേ, നമ്മളൊരു സിനിമയ്ക്ക് പോവാന്ന് വിചാരിച്ചു. ഓ, ഈ ചെറുക്കന്റെ സർപ്രൈസ്. ഞാനാണെ സാരി ഒന്നും തേച്ചിട്ടില്ല. എന്നാ ഞാൻ പോയി റെഡി ആയി വരാം മോനെ. ചിറ്റ വരണ്ട. അപ്പൊ ഞാൻ വരണ്ടേ? അത് പിന്നെ ചിറ്റേ, സിനിമ ഭയങ്കര വയലൻസ് ആണ്. ചിറ്റയ്ക്ക് ഒന്നും മനസ്സിലാവൂല. വയലൻസ് എന്താന്നൊന്നും നീനെ പഠിപ്പിക്കണ്ട. എന്നെക്കാട്ടി 20 കൂടുതൽ ഉണ്ടിട്ടുള്ള ആളാ ഞാൻ. വയലൻസ് എന്താന്നൊക്കെ എനിക്ക് അറിയാം. എന്തോന്നാണ് ഈ വയലൻസ്? ഈ വയറില്ലാത്ത ഫോണല്ലേ പോലീസുകാരയിലൊക്കെ ഉള്ളത്? അത് വയർലെസ്, ഇത് വയലൻസ്. ഇതാണ് ഞാൻ ചിറ്റയുടെ അടുത്ത് പറഞ്ഞ ചിറ്റ വരണ്ടെന്ന്. ചേട്ടാ, ഒന്നിങ്ങോട്ടേക്ക് വന്നേ. എന്റെ സാരിയുടെ 100 ഒന്ന് പിടിച്ചതാ. ചിറ്റേ, എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. സാരി 100 ഒന്ന് പിടിച്ചു കൊടുക്കണം. എന്തിനാടാ ഇത്ര ബുദ്ധിമുട്ടുന്നേ? നീ ഒരു കാര്യം ചെയ്യ്, അവളെ സാരി മേടിച്ച് നീ അങ്ങ് കൊടുക്ക്. എന്നിട്ട് ഈ തൂരി അവക്കും കൊടുക്ക്. അപ്പൊ നല്ല മാച്ച് ആയിരിക്കും. അല്ലെങ്കിൽ ഇവള് പറഞ്ഞാണല്ലോ ഇപ്പൊ ഇവിടെ നടക്കുന്നേ. പോയിക്കോ പോയിക്കോ. ലക്ഷ്മി മോളെ. ഹലോ അമ്മേ. ഹലോ, അമ്മക്ക് അറിയോ ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേന്ന്? അവനൊരു പുതിയ ഭാര്യ കിട്ടിയപ്പോ അത് മതി. അതൊന്നുമില്ലേലും ഞാൻ അവനെ ചെറുപ്പം തൊട്ട് ഇപ്പൊ വരെ വളർത്തി വലുതാക്കിയതല്ലേ.
അവര് രണ്ടാളും കൂടി എന്നെ കൂട്ടാത്ത സിനിമക്ക് പോവുക. അപ്പൊ ഇവര് സിനിമക്ക് പോക്ക് നിർത്താൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? വഴി നീ ഒരു കാര്യം ചെയ്. അവന്റെ അമ്മയില്ലേ ആ സുമതി, അവളെ ബാധ നിന്റെ മേത്ത് കേറിയാണെങ്കിൽ നീ അങ്ങ് അഭിനയിക്കടി. ഓ ഈ അമ്മയുടെ ഒരു ഐഡിയ. എന്നാ ഞാൻ ഒന്ന് ചെയ്ത് നോക്കട്ടെ. ചിറ്റേ എന്റെ കാറിന്റെ കീ കണ്ടോ? ഞങ്ങൾ ഇറങ്ങുവാ. ആ ഇറക്കി തരാണോ നിന്നൊക്കെ? ആരുല്ലേ അവിടെ? ആരുല്ലേ? ആരുല്ലേ? ചിറ്റക്കെന്നാ കാറിനോട് ചോദിക്കേ. എടാ നിന്റെ അമ്മേനെ കണ്ടിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലേ? അമ്മയോ? ചിറ്റേ ചിറ്റല്ലടാ അമ്മയാ. എന്റെ മനുവിന് എന്തോ ഒരു വലിയൊരു ആപത്ത് വരാൻ പോകുന്നു. എന്റെ മനുവിന് എന്തോ ഒരു ആപത്ത് വരാൻ പോകുന്നു. അമ്മ എന്നെ മനു എന്നല്ലല്ലോ വിളിക്കണത്. ഈശ്വര പണി വാളിയോ ഉണ്ണി? അയ്യോ എന്റെ അമ്മ എന്നെ കൊച്ചിലെ വിളിക്കണ പേര്. എന്റെ അമ്മ എന്നെ കൊച്ചിലെ വിളിക്കണ പേര്. ഇതെന്റെ അമ്മ തന്നെ. അമ്മ അമ്മയ്ക്ക് എന്റെ ഭാര്യയെ കാണണ്ടേ അമ്മ? അവളുണ്ടായോണ്ടല്ലേ ഞാൻ ഇവിടെ വന്ന് നിക്കുന്നേ. അല്ല എന്റെ മക്കളെ കാണാനേ ഞാൻ ഇവിടെ വന്നേക്കുന്നേ. അതെ ഞാനിപ്പോ അവളെ വിളിച്ചോണ്ട് വരാം. ലക്ഷ്മി ലക്ഷ്മി അമ്മ വന്നടി. അമ്മ വന്ന്. എവിടെ എവിടെ എന്റെ അമ്മ അവിടെ? പക്ഷെ അമ്മ ഒന്നും പറഞ്ഞില്ല. എന്റെ അമ്മ ഇല്ലടി, എന്റെ അമ്മ വന്നു. അതിന് നിങ്ങളുടെ അമ്മ 20 കൊല്ലം മുമ്പ് മരിച്ചില്ലേ? ഇതാ ഇങ്ങോട്ട് നോക്കടി. ചിറ്റയുടെ ദേഹത്ത് കയറി നിൽക്കുന്ന അമ്മയുടെ ആത്മാവ്. അയ്യോ മനുഷ്യ, നിങ്ങൾ ഇപ്പോഴും അന്ധവിശ്വാസം കൊണ്ട് നടക്കുവാന്നോ? ഈ അന്ധവിശ്വാസം അല്ലടി. എന്റെ അമ്മയാണ് എന്നെ ഉണ്ണിയെന്ന് വിളിക്കണത്. ഇപ്പൊ എന്നെ ഉണ്ണിയെന്ന് വിളിച്ച്. അതിന് നിങ്ങൾക്ക് മാത്രം ഈ ലോകത്ത് ചുണ്ണി എന്നുള്ള പേരുള്ളൂ. ഉണ്ണി നീ സിനിമയ്ക്ക് പോകാൻ നിൽക്കല്ലേ? അപ്പൊ എന്തോ ഒരു വലിയൊരു അപകടം വരാൻ പോകുന്നു. അതുകൊണ്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടി ചിറ്റേനും കൂടി കൊണ്ടുപോയിക്കോ. എടി പറഞ്ഞ കേട്ടാ, സിനിമയ്ക്ക് പോയാ എന്തോരോ ഒരു അപകടം വരുമെന്ന്. അതുകൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടി ചിറ്റയെ കൂടെ കൊണ്ടുപോവാൻ. ഇത് നമ്മൾ സിനിമ കാണാൻ പോകാതിരിക്കാനുള്ള നിങ്ങളുടെ ചിറ്റയുടെ അടവ് തന്നെ. എന്തായാലും നമ്മൾ സിനിമയ്ക്ക് പോണില്ല അമ്മ. നമ്മൾ സിനിമയ്ക്ക് പോണില്ലമ്മ. ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. ഉറപ്പിച്ചോ? ഉറപ്പിച്ചമ്മ ഉറപ്പിച്ചു. ഞാനിപ്പോ എന്താ പറഞ്ഞേ? എന്റെ ചിറ്റ ഒന്നും പറഞ്ഞില്ല. അല്ല ഞാനിപ്പോ എന്താ പറഞ്ഞേ? ചിറ്റ ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞില്ലേ? അല്ല ഞാനിപ്പോ എന്താ പറഞ്ഞേ? ചിറ്റ ഒന്നും പറഞ്ഞില്ല. ദാണ്ടി ഇപ്പൊ അമ്മ മാറിയതാ, നാഗവല്ലിയായി. ഉണ്ടാതിരിക്കടി. നമ്മൾ സിനിമയ്ക്ക് പോണില്ല. ആ അയ്യോ നടുവേദന ആവുന്നേ. അമ്മ അമ്മ അങ്ങോട്ട് ഇരുന്നോ കേട്ടാ. എന്തോ നോയിക്കൊണ്ടിരിക്കുവാ. ഡ്രസ്സ് മാറാ. വാ ഇങ്ങോട്ട്. പോയോ? ഹലോ അമ്മേ. ആ അമ്മ പറഞ്ഞ ഐഡിയ സക്സസ് ആയി. ഇവര് സിനിമയ്ക്ക് പോകുന്നില്ല, എങ്ങോട്ട് പോണില്ല. ആ ശരി അമ്മ ശരി. എന്നാ ഞാൻ പിന്നെ വിളിക്കാവേ. മനുവേട്ടാ മനുവേട്ടാ ഒന്നിങ്ങോട്ടേക്ക് വന്നേ. എന്നാടി ഈ വർഷത്തെ മികച്ച നടിക്കുള്ള അവാർഡേ ഈ വീട്ടിലുണ്ടാവും. അതെങ്ങനെ? നിങ്ങള് ഈ ചിറ്റക്ക്. അയ്യോ അതിനടുത്ത് ചിറ്റ സിനിമയിൽ അഭിനയിച്ച. അയ്യോ നമ്മള് സിനിമ കാണാൻ പോകാതിരിക്കാനുള്ള നിങ്ങള് ചിറ്റയുടെ അഭിനയമായിരുന്നു ഇതൊക്കെ. നിങ്ങൾ നോക്കിക്കേ. എന്റെ അമ്മോ, അപ്പൊ ഇത് ചിറ്റയുടെ അടവായിരുന്നല്ലേ? എനിക്കൊന്നും അറിയണ്ട, എനിക്ക് സിനിമ കാണാൻ പോകണം. ഇനിയിപ്പൊ ചിറ്റ ഇല്ലാതെ എങ്ങനെ സിനിമ കാണാൻ പോവും? ഒരു വഴിയുണ്ട്. എന്തരടി? നിങ്ങളെ കൂടെ നിൽക്കുമല്ലോ. ഞാൻ കൂടെ നിക്കും. ഈ ചിറ്റയുടെ ദേഹത്ത് ഇവിടുത്തെ അമ്മയല്ലേ കേറിയത്? അതെ. ഇവിടുത്തെ അച്ഛൻ കേറിയത് എന്ത് പറയുന്നറിയോ? നിങ്ങളുടെ ശരീരത്ത് കേറിയിട്ട് നമ്മളോട് സിനിമ കാണാൻ പോകാൻ പറയും. എനിക്ക് അച്ഛനെ പേടിയാണ്. അച്ഛന്റെ ശരീരത്തൊന്നും കയറത്തില്ല. അയ്യോ നിങ്ങളുടെ ശരീരത്ത് കേറും ചെയ്യും, ഞാൻ അത് നടത്തും ചെയ്യും. ശരി, ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് അഭിനയിച്ച് കാണിക്കും നിങ്ങളെ അച്ഛനെ. അച്ഛനെ നിങ്ങൾ എന്താ ഈ കാണിക്കുന്നേ? ഞാൻ രാത്രി സമയത്താണ് കൂടുതൽ അച്ഛനെ കാണാറ്. 7:30 കഴിഞ്ഞ അച്ഛൻ ഇങ്ങനെയാണ്. അയ്യോ നിങ്ങൾക്ക് അഭിനയിക്കാനും അറിയത്തില്ലേ? എന്റെ അഭിനയത്തിന് നീ ഒന്നും പറയരുത് കേട്ടോടി. ഇപ്പൊ ബാധ കാരണം അത്രയല്ലേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. അതെ അച്ഛനായിട്ട് അഭിനയിക്കണ്ടേ, അല്ലാതെ ഈ കാന്താരയല്ല. അയ്യോ നിങ്ങൾ നോർമലായിട്ട് അഭിനയിച്ചാ മതി. ഓക്കെ ഞാൻ പോട്ടാ. നിങ്ങൾ അങ്ങോട്ട് മാറിയിരുന്നു. ശരി. അയ്യോ അയ്യോ ചിറ്റേ, അയ്യോ എന്താ മോളെ? മനുവേട്ടന്റെ ദേഹത്തെ ഇവിടുത്തെ അച്ഛൻ കേറി. അച്ഛൻ കയറാനോ? എന്നിട്ട് എവിടെ? പണ്ടത്തെ കലാതിലകമായിരിക്കും. ഓ എന്റെ മോൻ ആരെന്താ പറഞ്ഞേ? ഇത് ഈ ചിറ്റ പറഞ്ഞു. ഞാനോ? അല്ല ചിറ്റയുടെ ദേഹത്തേറി അമ്മ. അവനെന്താ എന്റെ മോനെ പറഞ്ഞേ? സിനിമ കാണാൻ പോകണ്ടെന്ന്. ആ സിനിമ കാണാൻ പോയാലേ മനുവേട്ടന് അപകടം വരുമെന്ന്. എന്റെ മോൻ അപകടം വരുമെന്ന് പറഞ്ഞല്ലേ? അയ്യോ ഞാനിപ്പോ ചിറ്റ അമ്മയല്ല.
അല്ല മക്കളെ നിങ്ങൾ അങ്ങോട്ട് പോവാനാ ഇറങ്ങിയേ? സിനിമ കാണാൻ. സിനിമ കാണാനല്ലേ? നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോ മക്കളെ. നിങ്ങൾ ആരും ഒന്നും ചെയ്യത്തില്ല. ചിറ്റ പോവരുത്. അമ്മ കേറിയാലോ എനിക്ക് അവളെ ഒന്ന് പ്രത്യേക രീതിയിൽ കാണാനുണ്ട്. അതുകൊണ്ട് ചിറ്റ ഇവിടെ നിൽക്കണം. അമ്മ കേട്ടോ? കേട്ടല്ലോ? ചിറ്റ കേട്ടോ? ആ ചിറ്റയും കേട്ട്. അവര് സിനിമയ്ക്ക് പോകുന്നോണ്ട് എന്തെങ്കിലും അപകടം വരുമോ? അവര് സിനിമയ്ക്ക് പോയില്ലെങ്കിൽ അപകടം. ആർക്ക്?